നിജേഷ് അരവിന്ദ്, ഈ വിഷയം വളരെ സജീവമായി നമ്മൾ ചർച്ച ചെയ്ത ഒരു സമയം ഓർമ്മയുണ്ടാകുമല്ലോ. ഇതിനു മുൻപ് ഒരുപക്ഷെ സംസ്ഥാന സർക്കാരുകൾക്ക്, അത് കേരളം മാത്രമല്ല, ഈ സമീപകാലത്താണ് നമ്മൾ ഈ ഇത്തരം വിഷയങ്ങൾ ഏറ്റവും ഉയർന്നു കേട്ടത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിനു മുൻപ് സർക്കാരുകൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിൽ ഗവർണർമാരെ ഉപയോഗിച്ച് സർക്കാരുകളുടെ നിയമനിർമ്മാണങ്ങളെ ഈ നിലയിൽ തടയാനുള്ള ശ്രമം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. ആ ഘട്ടങ്ങളിൽ എവിടെയും കേരളത്തിൽ നിന്ന് മാത്രമല്ല ഒരു ഗവർണർമാരുടെ നടപടിയും അനുകൂലിക്കുന്ന തരത്തിൽ ഒരു പരാമർശം പോലും അന്ന് കോടതിയിൽ നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കുക. എന്തായാലും ആ ഘട്ടം കഴിയുന്നു. കൂട്ടത്തോടെ ആ ബില്ലുകൾ ഇതാ രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് പോകുന്നു. ഇപ്പോൾ 1 വർഷം കഴിയുന്നു, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇന്നിപ്പോൾ ഈ കോടതിയിലെത്തുമ്പോൾ 2 ബില്ലുകൾ അനുമതി നിഷേധിച്ചു എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ആവർത്തിച്ചു പറയട്ടെ, കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും നേരിടുന്ന ഈ വിഷയത്തിൽ നിലവിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? ജനങ്ങളിൽ ഈ ഒരു വിഷയം സജീവമായിരുന്നു. പ്രത്യേകിച്ചും ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായിരുന്ന സമയത്ത് ചെറിയ ചില അസ്വാരസ്യങ്ങൾ സർക്കാരിൻ്റെയും ഗവർണറുടെയും ഇടയ്ക്കുണ്ടായിരുന്നു. വളരെ ചെറുത്. പല കാര്യങ്ങളിലും ഒരുമിച്ച് നിൽക്കുകയും ചില കാര്യങ്ങളിൽ 2 അഭിപ്രായമുണ്ടായിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഭാഗമായി ഗവർണറെ തടയുന്ന സമരങ്ങളിലേക്ക് CPM പോയിട്ടുണ്ട്. ഗവർണറുടെ ഓഫീസ് ഉപരോധിക്കുന്ന ഘട്ടം പോയിട്ടുണ്ട്. പിന്നീട് കേസുമായിട്ടും മുന്നോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ആവശ്യം കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ ഗവർണറുമായി ഏറ്റുമുട്ടൽ ഉണ്ട് എന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് കേരള ഗവർണർ മാറുന്നു, പുതിയൊരു ഗവർണർ വരുന്നു. ആ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തു എന്തായിരിക്കും അടുത്ത ഗവർണർ വന്നാലുള്ള അവസ്ഥ. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ ഭരണകൂടവും നിലവിലുള്ള ഗവർണറും തമ്മിൽ വളരെ നല്ല ആത്മബന്ധമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇടനിലക്കാരനായിക്കൊണ്ട് ധനകാര്യമന്ത്രിയെയും കൂട്ടി ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നു. കേരളത്തിലെ കേന്ദ്ര പ്രതിനിധി അവിടെ ഡൽഹിയിൽ നമ്മൾ ചെലവും കൊടുത്ത് ഇരിക്കുന്ന ആൾ ഈ കാര്യങ്ങളിലൊക്കെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ പുട്ടും കടലയും കഴിച്ച് പോവുകയാണ് എന്ന് പറയുന്നു. അത്രയ്ക്ക് അടുത്ത ബന്ധം കേരളത്തിലെ ഗവർണറും കേരളത്തിലെ മുഖ്യമന്ത്രിയും തമ്മിൽ ഉണ്ടായ സാഹചര്യത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആയിക്കൊണ്ട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നും അതിന് പരിഹാരമുണ്ടായിട്ടുണ്ടാവും എന്നുമാണ് നമ്മൾ കരുതേണ്ടത്. അതല്ല എങ്കിൽ എന്താണ് ഗവർണറെ കണ്ട് സംസാരിച്ചത്, എന്താണ് ഇപ്പോഴത്തെ ഗവർണർ? പക്ഷെ നിജേഷ് അരവിന്ദ്, നമ്മൾ അതിനെക്കുറിച്ചല്ലല്ലോ സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ ഗവർണറുമായി സംസ്ഥാന സർക്കാരിന് ഏത് നിലയിലുള്ള ബന്ധമാണ് എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇതിനോടകം തന്നെ ഇതിന് മുൻപത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ബില്ലുകളിൽ സ്വീകരിച്ചിട്ടുള്ള സമീപനം നമുക്കറിയാവുന്നതാണല്ലോ. അതിപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ്. അതിലിപ്പോൾ ഇതാ 2 എണ്ണം അനുമതിയില്ല എന്ന് രാഷ്ട്രപതി പറഞ്ഞും കഴിഞ്ഞു. അതായത് നിലവിൽ ഇനിയിപ്പോഴൊരു നിയമനിർമ്മാണം ഉണ്ടാകുന്നത് വരെ ഇപ്പോഴത്തെ ഗവർണർക്ക് ഇതിൽ ഒരു റോളുമില്ല. അല്ല, ഒരു ഗവർണറായ അദ്ദേഹത്തിന്റെ കാലം അവസാനിച്ചു. ഇനി അത് രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ്. ഇനി അതിൽ ഇടപെടൽ നടത്താൻ സാധിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്ര ഗവൺമെന്റുമായി ഏറ്റവും അടുത്ത ബന്ധം ഇന്നുള്ളത് കേരള ഗവൺമെന്റാണ്. കേരള ഗവൺമെന്റിന്റെ പ്രതിനിധി ഡൽഹിയിലുണ്ട്. അപ്പൊ ഇടപെട്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ, വളരെ പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിലവിലുള്ള ഗവർണറുമായി ബന്ധമുണ്ട് എങ്കിൽ ആ ഗവർണർ ഉപയോഗപ്പെടുത്തി രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യമാണ് എന്നാണ് നമ്മൾക്ക് തോന്നുന്നത്. കോടതി നടപടിക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുന്ന ഒരു ബന്ധം കേരളത്തിലെ RSSന്റെ പഴയകാല നേതാവായിരുന്ന ആർലേക്കറുമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സ്ഥാപിച്ചു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നിജേഷ് അരവിന്ദ് പറയുന്നതെങ്കിൽ ആരുടെങ്കിലും ഒക്കെ താല്പര്യത്തിന് വഴങ്ങുന്ന ആളാണ് രാഷ്ട്രപതി എന്നതുകൂടി അതിന് അർത്ഥമുണ്ടോ? താല്പര്യത്തിന് വഴങ്ങുകയല്ല, ഇത് പിടിച്ചു വെച്ചതാണ്. നമുക്ക് ഇടപെട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കുമെങ്കിൽ നിയമ നടപടി അതിന്റെ വഴിക്ക് പോകട്ടെ. ഈ അടുത്ത കാലത്തുള്ള ബന്ധങ്ങൾ നമ്മൾക്കൊക്കെ സാധാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരടുത്ത ബന്ധം എനിക്ക് ഫീൽ ചെയ്തു, കേരളത്തിലെ എല്ലാവർക്കും ഫീൽ ചെയ്തു. കേരള ഹൗസിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചായ കുടിക്കുന്ന ഘട്ടത്തിലേക്ക് കേരളത്തിലെ ഗവർണർ കടന്നു വരുന്ന ഒരു വല്ലാത്ത നിമിഷമാണത്. ആ നിമിഷത്തിന് ഉപയോഗപ്പെടുത്താൻ സ്വാഭാവികമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇനിയുള്ള നടപടികൾ എങ്ങനെയാകുന്നു എന്നുള്ളത് ഞാൻ ചോദിച്ചത് ഇപ്പോഴത്തെ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയമോ വാസ്തവത്തിൽ ഒരു ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ ആ നിലയിൽ നല്ല ബന്ധമുണ്ടാകുന്നതാണ് ഒരു സംസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്കിന് നല്ലത്. അതല്ലാത്ത ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണല്ലോ. ഞാൻ ഇവിടെ അഡ്രസ് ചെയ്യുന്നത് നിജേഷ് അരവിന്ദ്, ഞാൻ ആവർത്തിച്ചു പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് കേരളം മാത്രം നേരിടുന്ന പ്രശ്നമല്ല. പൊതുവിൽ ഗവർണർമാർ സ്വീകരിക്കുന്ന സമീപനത്തെ കുറിച്ചാണ് ചോദ്യം. അവിടെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞ തരത്തിൽ ഒരു ചായ കൂടി ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഈ നിലയിലുള്ള നിയമ പോരാട്ടങ്ങളിലേക്ക് പോകേണ്ടതില്ല. അപ്പോൾ വീണ്ടും ഒരു സർക്കാരിന്, ഞാൻ അരുണിനോട് പറഞ്ഞതുപോലെ നിജേഷ്,
ഈ മന്ത്രിസഭ ഈ സർക്കാർ പാസാക്കിയ ബില്ലുകളാണ്. അവരുടെ കാലാവധി ഇതാ കഴിയാറാകുന്നു. പക്ഷെ എന്നിട്ട് പോലും ആ ബില്ലുകളിൽ ഒരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സർക്കാരിന്റെ പോരാട്ടത്തിന് പിന്തുണയുണ്ടോ പ്രതിപക്ഷത്തിന്റെ? തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഉണ്ടല്ലോ. ആത്മാർത്ഥമായ സമീപനമാണ് കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവുന്നത് എങ്കിൽ 100% പിന്തുണയുണ്ട്. എന്താ സംശയമുള്ളത് ആ കാര്യത്തിൽ? പക്ഷേ രണ്ട് തോണിയിൽ കൂടി കാലുവെക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശരി.